ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ഫസ്റ്റ് സെഷൻ ഈസ് റിലേറ്റഡ് ടു ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇന്ന് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ഡയറക്റ്റ് എയർ ക്യാപ്ചർ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഡയറക്റ്റ് എയർ ക്യാപ്ചറുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതാണ് ശരി? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വേ ഓഫ് കാർബൺ സീക്വസ്റ്ററൈസേഷൻ. കാർബൺ സീക്വസ്റ്ററൈസേഷന്റെ ഒരു മാർഗമായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ക്യാൻ ബി എ വാല്യുബിൾ അപ്രോച്ച് ഫോർ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് ഇൻ ഫുഡ് പ്രോസസിംഗ്. സോ പ്ലാസ്റ്റിക് പ്രൊഡക്ഷന്റെ കാര്യത്തിലും ഫുഡ് പ്രോസസിംഗിന്റെ കാര്യത്തിലും ഇത് ഒരു വാല്യുബിൾ അപ്രോച്ച് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ്, in aviation it can be a source of carbon for combining with hydrogen to create synthetic low carbon fuel. So synthetic low carbon fuel create ചെയ്യാനായിട്ട് ഏവിയേഷനിൽ ഒരു സോഴ്സ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം എന്നുള്ള 3 സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ ശരി ഉത്തരം ആകാനായിട്ട് സാധ്യതയുള്ളൂ. സോ നമ്മൾ പലപ്പോഴും കേട്ട് പരിചിതമില്ലാത്തൊരു ടൈം ആയിരിക്കാം ഡയറക്റ്റ് എയർ ക്യാപ്ചർ. പക്ഷേ ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള അറിവുകൾ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ, കോമൺ സെൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഈ ക്വസ്റ്റിനെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. ദെൻ കം ടു കൺക്ലൂഷൻ. ഓക്കെ, സോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് ഡിസ്കഷൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ കമ്മിങ് ടു ടുഡേയ്സ് ന്യൂസ് പേപ്പർ. ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ന്യൂസുകൾ എന്തൊക്കെയാണ്? ട്രംപ് 500% ടാരിഫ് അടിച്ചു തരാനായിട്ട് പോകാനായിട്ടുള്ള ചില നീക്കങ്ങളിലേക്കൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താണ് അങ്ങനെ 500% ഒക്കെ അടിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലാണ്ട് നിലനിൽക്കാനായിട്ടുള്ള ഒരു ബില്ലൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നവർ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് യുറേനിയം വാങ്ങുന്നവരുമായി ബന്ധപ്പെട്ടിട്ട്, സോ ന്യൂക്ലിയർ എനർജി റഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവര്, ഫ്യൂവൽ എനർജി ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് 500% ടാരിഫ് അടിച്ചു കൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് ഇന്ത്യയെ ഉദ്ദേശിച്ചാണ്, ഇന്ത്യയെ തന്നെ ഉദ്ദേശിച്ചാണ്, ഇന്ത്യയെ മാത്രം ഉദ്ദേശിച്ചാണ്. ഓക്കെ, സോ ദേ മസ്റ്റ് സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ. ദ പ്രസിഡന്റ് ഹാസ് ഓൺലി ഇമ്പോസ്ഡ് 25% ടാരിഫ് ദസ് ഫാർ. അതായത് ഇനിയും ഞങ്ങൾ 25 കൊടുത്തിട്ടുള്ളൂ, ടാരിഫേ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി അത് വേണമെങ്കിൽ 500 വരെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ എന്താണ് ഇനി സംഭവിക്കുന്നത് എന്ന് കണ്ടറിഞ്ഞു കാണണം. ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഡിസ്കഷൻ, UN ബോഡി പെഗ്സ് ഇന്ത്യ ഗ്രോത്ത് അറ്റ് 7.2% ദിസ് ഫിസ്ക്കൽ ഇയർ. സോ UN ബോഡി ഇന്ത്യയുടെ ഗ്രോത്ത് എത്രയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്? 7.2 ആയിട്ടാണ്. എത്രയാണ് യൂണിയൻ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തിരുന്നത്? എത്രയായിരുന്നു ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു? അത് 7.4% ആണ് അല്ലെ? സോ എന്താണ് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ GDP അടുത്ത ഒരു വർഷത്തില് എത്ര ശതമാനം ഉയരും എന്നാണ് യുണൈറ്റഡ് നേഷൻ ബോഡി കണ്ടുപിടിച്ചിരിക്കുന്നത്? 7.2%ലേക്ക് ഉയരും എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ഇനി ഇതിന്റെ റിയൽ GDP ഗ്രോത്ത് കാണണമെങ്കിൽ അടുത്ത വർഷം എന്താകണം? അടുത്ത വർഷത്തെ ടോട്ടൽ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തുമ്പോഴാണ് അതിന്റെ റിയൽ GDP ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇത് രണ്ടുമായിരുന്നു ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ന്യൂസ്. നമുക്കറിയാവുന്ന ന്യൂസുകൾ തന്നെയാണ്. വലിയ എന്താണ് ഇമ്പോർട്ടൻസ് എന്താണ് കൊടുക്കേണ്ടത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ദ മേജർ ലോസ്. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുണ്ടായിരുന്ന ദ മേജർ ലോസ് ആരാണ്? നമ്മളുടെ മാധവ് ഗഡ്കിൽ. സോ എൻവിറോൺമെന്റ് ഹിസ്റ്ററിയുടെ ചരിത്രത്തിൽ, ഇന്ത്യൻ എൻവിറോൺമെന്റൽ ഹിസ്റ്ററിയുടെ ചരിത്രത്തിൽ വെസ്റ്റേൺ ഗട്ട്സിന് വേണ്ടിയിട്ടും ഇന്ത്യൻ എൻവിറോൺമെന്റൽ ലോസ് ക്രിയേഷന് വേണ്ടിയിട്ടും ഇത്രയേറെ പ്രവർത്തിച്ച മറ്റൊരു വ്യക്തി ഇല്ല എന്ന് തന്നെ പറയണം. നിങ്ങളുടെ എന്താണ് എൻവിറോൺമെന്റ് ആൻഡ് എക്കോളജിയുടെ സ്റ്റാൻഡേർഡ് ആർട്ടുകളും എഫേർട്സും ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ പഠിക്കുമല്ലോ. എന്തൊക്കെ പഠിക്കാറുണ്ട്? എഫേർട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് തന്നെ നമ്മളുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വെച്ചിട്ടാണ്. ദെൻ എയർ ആക്ട്, വാട്ടർ ആക്ട് ആദ്യം വരുന്നു, എയർ ആക്ട് അതിന് ശേഷം വരുന്നു 81. ദെൻ എന്താണ് നമ്മളുടെ
നമ്മുടെ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 വരുന്നു. ദെൻ ഫോറസ്റ്റ് പോളിസി ആ സമയത്തൊക്കെ തന്നെ രൂപീകരിക്കുന്നുണ്ട്. 2002 ബയോഡൈവേഴ്സിറ്റി ആക്ട് ഇല്ലേ, ബയോഡൈവേഴ്സിറ്റി ആക്ട്. അതിനുശേഷം ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും, നമ്മൾ പഠിച്ച എല്ലാ മേഖലകളിലും ആരുടെ കയ്യൊപ്പുണ്ട്? മാധവ് ഗഡ്ഗിലിന്റെ കയ്യൊപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, ആത്മകഥയുണ്ട്, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. സോ ഞാൻ പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഈ ബുക്ക് എടുത്ത് വായിക്കാനായിട്ട് തുടങ്ങിയത്. സോ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഒരു ആഴം എനിക്ക് മനസ്സിലായത്. നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കുകളും ഒരു എസ്സേ എഴുതാനായിട്ടുള്ള രൂപത്തിൽ ആ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിന്റെ ഒക്കെ ഒരു ഹ്യൂജ് പ്രപ്പോണ്ടന്റ് ആയിരുന്നു നമ്മുടെ മാധവ് ഗഡ്ഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഓരോ സ്ഥലത്തും ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സോ വെസ്റ്റേൺ ഗട്ട്സിനെ മൊത്തമായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു മാധവ് ഗഡ്ഗിലിന്റെ ഉദ്ദേശം. ഓക്കെ, സോ വെസ്റ്റേൺ ഗട്ട്സ് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. കേരളത്തില് ഞാനൊക്കെ എന്താണ് ഡിഗ്രിയും ഹൈസ്കൂളൊക്കെ ഹയർ സെക്കൻഡറി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഭയങ്കര ഒരു ചർച്ചാ വിഷയമായിരുന്നു കേരളത്തിലെ മാധ്യമ ലോകത്ത്. കാരണം എന്താണ്, നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സ് എങ്ങനെ പരിപാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വെസ്റ്റേൺ ഗട്ട്സ് 3 സോണുകളായിട്ട് തിരിക്കണം. സോൺ 1, സോൺ 2, സോൺ 3. സോൺ 1 ഒരു തരത്തിലുള്ള പെരുമാറ്റവും സാധ്യമാക്കുകയില്ല. അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞു നമ്മളുടെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടക്കാൻ പാടില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഫോറസ്റ്റ് ഏരിയക്ക് ചുറ്റുമുള്ള 10 കിലോമീറ്റർ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിക്കണം. എന്തായിട്ട് പ്രഖ്യാപിക്കണം? എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിക്കണം. സോ അവിടെ അനധികൃത കയ്യേറ്റങ്ങളോ അല്ലെങ്കിൽ എന്താണ് മറ്റ് ഹ്യൂജ് ആക്ടിവിറ്റീസോ നടക്കില്ല. അതായത് സാധാരണ ജനജീവിതം നടന്നു പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാകും. ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് എ ബഫർ സോൺ. സോ ഈ ബഫർ സോൺ എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ പ്രപ്പോണ്ട് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിച്ചത് ആരാണ്? മാധവ് ഗഡ്ഗിലാണ്. ഓക്കെ, സോ ബഫർ സോൺ പറഞ്ഞു, എക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ പറഞ്ഞു, എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, അതായത് എക്കോളജിയെയും ഡെമോക്രസിയെയും കണക്ട് ചെയ്യുന്ന എന്താണ് ഒരു ലിങ്ക് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതായത് എക്കോളജിയും ഡെമോക്രസിയും, ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് എക്കോളജിയും എന്താണ് സാധാരണ ജനജീവിതം എന്ന് പറയുന്നത് ഡിഫറന്റ് ആയിട്ടുള്ള ഒന്നുമല്ല. പക്ഷേ റിയൽ ഡെമോക്രസിയെ ഇദ്ദേഹം കണക്ട് ചെയ്തു. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. മാതൃഭൂമി പത്രം ഡീറ്റെയിൽ ആയിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ചത്, ഈ 3 മേഖലകളിലും എങ്ങനെയാണ് ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ടത്. അതായത് ഈ ക്വാറികളൊന്നും പ്രവർത്തിക്കരുത് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് ഏരിയയിൽ, അതായത് ഫസ്റ്റ് സോണിൽ ഒന്നും പ്രവർത്തിക്കരുത്. സെക്കൻഡ് സോണിലേക്ക് വരുമ്പോൾ എന്താണ് പ്രവർത്തനാനുമതി കുറച്ചു കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് വെച്ചത് ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ? അത് ഗ്രാമസഭയാണ്. അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ഗ്രാമസഭയ്ക്ക് അവിടെ എന്ത് എൻവിറോൺമെന്റൽ വികസനം വേണം, ഫസ്റ്റ് സോണിലല്ലാണ്ട് സെക്കൻഡ് സോണിലും തേർഡ് സോണിലും ഒക്കെ എന്ത് മാറ്റം വരുത്തണം, ഓരോ പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്ത് വരുത്തണം എന്ന് ആർക്ക് തീരുമാനിക്കാം? ഗ്രാമസഭയ്ക്ക് തീരുമാനിക്കാം. ഓക്കെ, സോ ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സോ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ എന്താണ് ഡെമോക്രസിയെ വിശ്വസിക്കുന്നു എന്ന് മാധവ് ഗഡ്ഗിൽ പറഞ്ഞൊരു കാര്യം ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ കൊടുത്തത് എനിക്ക് വളരെ ഹേർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. ഓക്കെ, സോ ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചു? മാധവ് ഗഡ്ഗിലിന് സാധിച്ചു. ഇന്ത്യയുടെ എൻവിറോൺമെന്റൽ ഹിസ്റ്ററി നമ്മൾ ഒരു ഓപ്പൺ എഡിറ്റോറിയലിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് എൻവിറോൺമെന്റൽ ലോസ് മാറ്റിമറിച്ചത്, അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ജഡ്ജ്മെന്റ്സിൽ വെള്ളം ചേർക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ഡിസ്കഷൻ ടുവേർഡ്സ് ദ എൻഡ് ഇന്നത്തെ ഡിസ്കഷനിൽ തന്നെ വരുന്നുണ്ട്. സോ എൻവിറോൺമെന്റിന് വേണ്ടിയിട്ട് ഇത്രയും എന്താണ് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി, എന്താണ് മരം കയറാൻ അറിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം എവിടെയാണ്, ഏതോ ഒരു ഫോറസ്റ്റില് റിസർച്ചിന് വേണ്ടി പോയിട്ട് അവിടെ പെട്ടുപോയി. അദ്ദേഹം മരത്തിന്റെ മുകളിൽ കയറി അങ്ങോട്ട് ഇരുന്നു ഒരു ദിവസം, ഒരു രാത്രി മൊത്തം മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കൂളായിട്ട് ഇറങ്ങി വന്നു. ഓക്കെ, സോ അത്രത്തോളം കാടിനെയും എന്താണ് മരങ്ങളെയും മറൈൻ ഫിഷറീസിനെയും എല്ലാം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. സോ മറൈൻ ഫിഷറീസിലാണ് ഇദ്ദേഹം കാംബ്രിഡ്ജിൽ ഡോക്ടറേറ്റ് നേടുന്നത്. സോ അത്രയും അറിവും അത്രയും
എന്താണ് സംഭാവനകളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ നഷ്ടം നമുക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. UPSC ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളിലും എഫേർട്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതിലെല്ലാം മാധവ് ഗഡ്കലിന്റെ ഒരു സൈൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മാധവ് ഗഡ്കലിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് ഒക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് ഒക്കെ പഠിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് മാധവ് ഗഡ്കലിന്റെ ആത്മകഥ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ജസ്റ്റ് അതായത് ആ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 10 പേജ് ഉള്ളൂ. എന്താണ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഉദ്ദേശം എന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ മാധവ് ഗഡ്കലിനെ മറക്കാതിരിക്കുക. കമ്മിങ് ടു എഡിറ്റോറിയൽ സെഷനിലേക്ക് വരുമ്പോൾ എന്താണ് ഫസ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ ഈസ് റിലേറ്റഡ് ടു GSDP, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് എന്താണ് പ്രൈസ്, GDP-യുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ സ്റ്റേറ്റുകളുടെ GDP-യുമായി പ്രൈസ് അല്ല പ്രൊഡക്റ്റ്. ഓക്കെ, സോ സ്റ്റേറ്റുകളുടെ GDP-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റുകൾക്ക് GDP ഉണ്ടോ? ഓക്കെ, ഇന്ത്യയുടെ GDP 7.2% വളരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണ് 7.2% വളരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടെ GDP ഉണ്ടോ? ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് ഗുഡ്സുകളുടെയും സർവീസുകളുടെയും എണ്ണം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റുകളുടെ GDP കണ്ടുപിടിച്ചുകൂടെ? അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് GDP കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻകം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് GDP കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്, ഔട്ട്പുട്ട് മെത്തേഡ്, ഇങ്ങനെ 3 മെത്തേഡുകളാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, സോ സ്റ്റേറ്റുകൾ ടാക്സേഷന്റെ കാര്യത്തിൽ, ഓക്കെ, സ്റ്റേറ്റുകളുടെ റവന്യൂയുടെ കാര്യത്തിൽ സ്റ്റേറ്റുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മേജർ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡെവല്യൂഷൻ ആണ്. ഓക്കെ, സോ മെജോറിറ്റി ഓഫ് ദ ടാക്സ്, ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണ്? കോർപ്പറേറ്റ് ടാക്സ് ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, കളക്ട് ചെയ്യുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ GST എന്ന് പറഞ്ഞ് നമ്മൾ ചില സാധനങ്ങൾക്ക് GST അടയ്ക്കാറുണ്ട്. ആ GST കളക്ട് ചെയ്യുന്നത് ആരാണ്? കളക്ട് ചെയ്യുന്നത് ഏതാണോ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ആണ്. ദെൻ അത് എന്താണ് എടുത്തു വെക്കുന്നത്, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, സോ ഈ ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ അത് കാലാകാലങ്ങളിൽ എത്ര ശതമാനമായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ടാക്സ് ഡിവോൾവ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് ഒരു സംഘടനയെ നിയോഗിച്ചിട്ടുണ്ട്. അതാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ഫിനാൻസ് കമ്മീഷൻ അണ്ടർ ആർട്ടിക്കിൾ 280 ഓക്കെ, ആർട്ടിക്കിൾ 280 പ്രകാരം ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് പ്രസിഡന്റ് ഓരോ 5 വർഷം കൂടുമ്പോഴും ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. ഈ ഫിനാൻസ് കമ്മീഷന്റെ ദൗത്യം എന്ന് പറയുന്നത് ടാക്സ് എങ്ങനെയൊക്കെ ഡിവോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ടാക്സ് എങ്ങനെ വീതിച്ചു കൊടുക്കണം, വെർട്ടിക്കൽ ഡെവല്യൂഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ, ഇത് രണ്ടും തീരുമാനിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫിനാൻസ് കമ്മീഷന്റെ ഡ്യൂട്ടി. ഓക്കെ, സോ ആർട്ടിക്കിൾ 270 പെർട്ടിക്കുലർലി പറയുന്നത് ടാക്സ് ഡെവല്യൂഷനെ കുറിച്ചിട്ടാണ്, എങ്ങനെയൊക്കെയാണ് ഡിവോൾവ് ചെയ്യുന്നത്. അതിന് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 280 പ്രകാരമാണ്. ആർട്ടിക്കിൾ 280 മാറിപ്പോകരുത്, 270 അല്ല, 280 പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷനെ ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ രണ്ടാമത് ഈ ടാക്സ് ഡെവല്യൂഷൻ കൊടുത്തു. രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഗ്രാൻസുകൾ കൊടുക്കും. ആരാ ഗ്രാൻസുകൾ കൊടുക്കുക? സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഗ്രാന്റുകൾ കൊടുക്കും. മൂന്നാമത് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്, അതായത് ചില സ്കീമുകൾ എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റുകൾ സ്പോൺസേർഡ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ 60:40 റേഷ്യോ, 60% ഞങ്ങൾ അതിന്റെ കോസ്റ്റ് വഹിക്കും. സോ നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുക, ഞങ്ങൾക്ക് റിപ്പോർട്ട് തരിക. അതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഓക്കെ, കറന്റ്ലി സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് സെൻട്രൽ കളക്ട് ചെയ്യുന്ന ടാക്സ് ഇന്ത്യയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റുകളിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇന്ത്യൻ സ്റ്റേറ്റുകൾ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണ് അവരുടെ പ്രോബ്ലംസ്? മലയാളം പത്രം വായിച്ചു കഴിഞ്ഞാലും P. രാജീവിന്റെ നിയമസഭാ സമ്മേളനം കണ്ടു കഴിഞ്ഞാലും
ബാലഗോപാലൻ സാറിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ഹിന്ദു ദിനപത്രം തൊട്ടുപോലും നോക്കിയിട്ടില്ലെങ്കിലും നമുക്കറിയാൻ പറ്റുന്ന ചില ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് സ്റ്റേറ്റുകളുടെ തനത് വരുമാനം കുറഞ്ഞിരിക്കുന്നു. സോ GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് സ്റ്റേറ്റുകളുടെ തനത് വരുമാനം കുറഞ്ഞിരിക്കുന്നു. ബാലഗോപാലൻ സാർ എപ്പോഴും പറയുന്നതാണ്, തോമസ് ഐസക് സാർ എപ്പോഴും പറയുന്നതാണ്. ദെൻ എന്താണ് അതിനുശേഷം വരുന്ന മറ്റൊരു പ്രോബ്ലം എന്താണ്? GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാരണം തനത് വരുമാനം കുറഞ്ഞിരിക്കുന്നു. സെൻട്രലി സ്പോൺസേർഡ് സ്കീമിന്റെ ഉപയോഗം കൂടി വരുന്നു. അതായത് ഒരുപാട് പ്രൊജക്ടുകൾ സെൻട്രലി സ്പോൺസേർഡ് ആയിട്ട് ഒരുപാട് സ്കീമുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർചാർജുകളും സെസ്സുകളും എന്താണ്? സർചാർജുകളും സെസ്സുകളും ഗവൺമെന്റ് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെന്റ് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. കാരണം എന്താ? സർചാർജുകളും സെസ്സുകളും കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർചാർജും സെസ്സും ഒരിക്കലും എന്താണ് ഡിവോൾവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സെൻട്രലിന്റെ എന്താണോ ആവശ്യം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ടാക്സ് ഡെവല്യൂഷനിൽ പെടില്ല. സർചാർജിനെയും സെസ്സിനെയും കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളുടെ 2018 ഫ്ലഡ് വന്നപ്പോൾ ₹1 സർചാർജ് നമ്മൾ KSRTC ബസ്സിൽ കയറുമ്പോൾ കൊടുക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. 25 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ₹1 സർചാർജ് ആയിട്ട് വേറൊരു ടിക്കറ്റ് കൂടിയിട്ട് അവർ തരും. സർചാർജ് അല്ല, സെസ്, ഫ്ലഡ് സെസ് ആയിട്ടാണ് അന്ന് KSRTC അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്, അത് ഡിവോൾവ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാമാണ് ആര് നേരിടുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റുകൾ നേരിടുന്ന പ്രോബ്ലംസ്. മറ്റൊരു പ്രോബ്ലം, വളരെ ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്താണ്? അതായത് പല സ്റ്റേറ്റുകളും ഒരുപാട് ടാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഫോർ എക്സാമ്പിൾ മഹാരാഷ്ട്ര അല്ലെങ്കിൽ തമിഴ്നാടു എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ട്. സോ ഈ ഇൻഡസ്ട്രീസ് എല്ലാം പ്രോഫിറ്റ് ജനറേറ്റിംഗ് ഇൻഡസ്ട്രിയാണ്. സോ ഇതിന് ഇവര് ടാക്സ് കൊടുക്കുന്നുണ്ട്. ആര്? ഓരോ കോർപ്പറേറ്റുകളും, തമിഴ്നാട്ടിലുള്ള ഓരോ കോർപ്പറേറ്റുകളും. പക്ഷേ ഇത് ആരാ കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിന് അനുപാതമായിട്ടുള്ള, അവരുടെ പെർഫോമൻസിന് അനുപാതമായിട്ടുള്ള എന്ത് കിട്ടുന്നില്ല? ടാക്സ് ഡെവല്യൂഷൻ ഇവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, സോ അവരുടെ പെർഫോമൻസിന് അധിഷ്ഠിതമായിട്ടുള്ള ടാക്സ് ഡെവല്യൂഷൻ ആർക്ക് കിട്ടുന്നില്ല? സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നില്ല. ഇത് കാലാകാലങ്ങളായിട്ട് ആര് ഉന്നയിക്കുന്നതാണ്? സ്റ്റേറ്റുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷൻ എങ്ങനെയാണ് ടാക്സ് ഡിവോൾവ് ചെയ്യുന്നത്? അതായത് പെർഫോമൻസിന്റെ ബേസിസിലാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് ടാക്സ് ഡിവോൾവ് ചെയ്യുന്നത്? ഓക്കെ, സോ 15th ഫിനാൻസ് കമ്മീഷൻ, നമ്മളുടെ NK സിംഗ് അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന 15th ഫിനാൻസ് കമ്മീഷൻ, അതിനു മുൻപ് 14th ഫിനാൻസ് കമ്മീഷൻ YV റെഡ്ഡി എന്ന് പറയുന്ന ഒരാളാണ് അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്, ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നു. 16ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, സോ 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ എങ്ങനെയാണ് ടാക്സ് ഡിവോൾവ് ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ടാക്സ് ഡിവോൾവ് ചെയ്തത് എങ്ങനെയാണ്? ഇൻകം ഡിസ്റ്റൻസിന്റെ ബേസിൽ എന്തോരം ഇൻകത്തിൽ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ ബീഹാറിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ കുറവാണ്. സോ തമിഴ്നാടിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻകം കൂടുതലാണ്. സോ ഇൻകം കുറവുള്ള സ്റ്റേറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ഡിസ്റ്റൻസ് ഹയസ്റ്റ് വെയിറ്റേജ് ആയിട്ട് വെച്ചു. ദെൻ പോപ്പുലേഷൻ, ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടില് ഫോർ എക്സാമ്പിൾ എത്രയാണ് തമിഴ്നാടിന്റെ പോപ്പുലേഷൻ? ഫോർ എക്സാമ്പിൾ ഒരു 5 കോടിയാണെന്ന് വിചാരിക്കുക തമിഴ്നാടിന്റെ പോപ്പുലേഷൻ. എക്സാമ്പിൾ ആണ്, എനിക്ക് എക്സാക്ട്ലി അറിയില്ല. പക്ഷേ ബീഹാറിന്റെ പോപ്പുലേഷൻ അതിൽ കൂടുതലുണ്ട്, ഒരു 20 കോടി പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. വെസ്റ്റ് ബംഗാളിലോ അല്ലെങ്കിൽ ഗുജറാത്തിലെ യുപിയുടെ പോപ്പുലേഷൻ ഒരു 20 കോടി ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഓട്ടോമാറ്റിക്കലി അവർക്ക് കുറച്ച് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. 5 കോടിയുള്ള ആളുകളുടെ പ്രശ്നം ആയിരിക്കില്ല 20 കോടി ആളുകളുടെ പ്രശ്നം. ഇത്രയും ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. സോ പോപ്പുലേഷൻ മറ്റൊരു ക്രൈറ്റീരിയ. സോ എന്താണ്? ആദ്യം ഇൻകം ഡിസ്റ്റൻസ് ആണ് എടുത്തത്, ദെൻ സെക്കൻഡ് പോപ്പുലേഷൻ ആണ് എടുത്തത്, ദെൻ സെക്കൻഡ് ഏരിയ, എത്ര ഏരിയയാണ് കവർ ചെയ്യുന്നത്, ദെൻ ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, അതായത് എത്ര കാടുകൾ സ്റ്റേറ്റുകൾ സംരക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മരങ്ങൾ എത്ര കൃത്യമായിട്ട് എൻവിറോൺമെന്റുകൾ സംരക്ഷിച്ചിട്ടുണ്ട്, അതിന് പ്രത്യേക വെയിറ്റേജ് കൊടുത്തു. ഡെമോഗ്രഫിക് പെർഫോമൻസ് പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡെമോഗ്രഫിക്കൽ അലൈൻമെന്റുകൾ കറക്റ്റ് ആക്കാനായിട്ട്, ഫോർ എക്സാമ്പിൾ ഒറ്റക്കുട്ടി നയം പ്രഖ്യാപിച്ചുകൊണ്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറച്ചു വന്നു, അല്ലെങ്കിൽ
നമ്മളുടെ റീപ്ലേസ്മെന്റ് റേറ്റുകളിലേക്ക് 2.1 ആണ് റീപ്ലേസ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതേ പോപ്പുലേഷൻ തന്നെ റീപ്ലേസ് ചെയ്ത് പോകാനായിട്ടുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി, അതായത് 2 കുട്ടികൾ വരെ ആകാം ഒരു ദമ്പതികൾക്ക്. അങ്ങനെ 2.1 എന്ന് പറയുന്ന റീപ്ലേസ്മെന്റ് റേഷ്യോ ഒരു പോപ്പുലേഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഡെമോഗ്രഫിക്കൽ പെർഫോമൻസിന് വെയിറ്റേജ് കൊടുത്തു. ടാക്സ് എഫേർട്ട്, അതായത് ടാക്സ് കൂടുതൽ കളക്ട് ചെയ്യാനായിട്ടുള്ള എഫേർട്ടുകൾ സ്റ്റേറ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കൂടി ചെറിയൊരു എന്താണ് വെയിറ്റേജ് കൊടുത്തിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്തേ നമ്മളുടെ 15th ഫിനാൻസ് കമ്മീഷൻ ടാക്സിനെ ഡിവോൾവ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ ഡിവോൾവ് ചെയ്ത് വരുമ്പോൾ പല സ്റ്റേറ്റുകൾക്കും പല വരുമാനമാണ് കിട്ടുന്നത്. അത് ഒരു പ്രോബ്ലം ഉണ്ടാക്കുമോ? അത് പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ മഹാരാഷ്ട്ര ഇസ് എ ഹൈ പെർഫോമിംഗ് സ്റ്റേറ്റ്. നിങ്ങൾ ഇവിടെ നോക്കി, ഈ ഒരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കുന്നു, ടേബിൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതില് മഹാരാഷ്ട്ര ഒന്ന് എടുത്തു നോക്കിയതേ. ഞാൻ ഈ മൗസ് പോയിന്റർ പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് മഹാരാഷ്ട്ര, ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്രയുടെ എന്താണ് ഡയറക്റ്റ് ടാക്സ് ടു ആൻഡ് GST ഷെയർ എന്ന് പറയുന്നത് 36%. ഓക്കെ, സോ മഹാരാഷ്ട്രയുടെ ഡയറക്റ്റ് ടാക്സിന്റെയും GST ഷെയർ എന്ന് പറയുന്നത്, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, GST ഷെയർ എന്ന് പറയുന്നത് ടോട്ടൽ ടാക്സ് കളക്ഷന്റെ 36%. ഓക്കെ, എത്രയാണ് സെന്റർ മഹാരാഷ്ട്രയ്ക്ക് ടോട്ടൽ ടാക്സ് കളക്ട് ചെയ്യുന്നത്? 100 ആണെങ്കിൽ അതിൽ 36% വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഓക്കെ, അതിൽ 6% മാത്രമേ ടാക്സ് ഡിവോൾവ് ചെയ്തിട്ട് മഹാരാഷ്ട്രയ്ക്ക് കിട്ടുന്നുള്ളൂ. അത് പെർഫോമൻസിന്റെ ബേസിസിലാണോ? അല്ല. സോ മഹാരാഷ്ട്രയ്ക്ക് ഒരു കല്ലുകടി ഉണ്ടാവില്ലേ, ഞങ്ങൾ ഇത്രയും ടാക്സ് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ആകെ 6% മാത്രമല്ലേ കിട്ടുന്നുള്ളൂ, വിച്ച് മീൻസ് 1/6 മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്നൊരു പ്രോബ്ലം. 1/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? സിസാറ്റ് പഠിച്ചവര് 1/6 നേരെ കൺവേർട്ട് ചെയ്ത് പെർസെന്റേജിലേക്ക് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 16.6666. സോ 16.2/3 എന്നുള്ളതാണ് എന്താണ് 1/6 പെർസെന്റേജ്, ഇഫ് ഐ ആം നോട്ട് റോങ്. ഓക്കെ, തെറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സിസാറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് നോക്കാനായിട്ടുണ്ട്. സോ 1/6 ടൈം മാത്രമാണ് അവര് ടാക്സ് കൊടുത്തിരിക്കുന്നത്, വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ല. സോ 1/6 ടൈം മാത്രമാണ് ഇവര് ടാക്സ് കൊടുക്കുന്നത്. സോ പെർഫോമൻസിന്റെ ബേസിസിലല്ല ഇത് കൊടുക്കുന്നത്. സോ അത് ഒരു നല്ല രീതിയാണോ? നല്ല രീതിയല്ല. സോ ടാക്സ് കോൺട്രിബ്യൂഷൻ വേഴ്സസ് ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് ഡിബേറ്റിലുള്ള കാര്യമാണ്. ശശി തരൂര് നമ്മള് ജൂൺ ജൂലൈ മാസങ്ങളിൽ എന്തോ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ട്. 1 രൂപ വരുന്നതും 1 രൂപ പോകുന്നതും എങ്ങനെയാണ്, അതിൽ ചെറിയ സംസ്ഥാനങ്ങൾക്ക് കിട്ടാത്ത രൂപയെ കുറിച്ചിട്ടുള്ള ഒരു വിഷമം അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽ പോളിസിയിലൂടെ, ഓപ്പൺ എഡിറ്റോറിയലിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നും നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. ഇതേ സ്ലൈഡുകളൊക്കെ വെച്ചുകൊണ്ട്, ഇതേ സ്ലൈഡുകളല്ല വേറെ സ്ലൈഡുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ ഡിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതില് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് 15th ഫിനാൻസ് കമ്മീഷൻ ടാക്സ് ഡിവോൾവ് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ അത് തന്നെ പെർട്ടിക്കുലർലി എടുത്ത് ചോദിച്ചു. ഓക്കെ, ദെൻ 14th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് എന്താണ് എന്ന് പറഞ്ഞ് എക്സാക്ട് ക്വസ്റ്റ്യൻ നമ്മളുടെ മെയിൻസിന് വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നു 2020 21 മെയിൻസിൽ 14th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് ചോദിച്ചു. സോ കഴിഞ്ഞ വർഷത്തെ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷനെ കുറിച്ചിട്ട് ഈ വർഷം എടുത്ത് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക, എങ്ങനെയാണ് ടാക്സ് ഡിവോൾവ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, എന്താണ്? ഈ ടാക്സ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഫോർ എക്സാമ്പിൾ, ഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും കളക്ട് ചെയ്യുന്നത് ആരാണ്? കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, പക്ഷെ GST കളക്ട് ചെയ്യുന്നത് ആരാ? GST കളക്ട് ചെയ്യുന്നത് ഏതാണോ സ്റ്റേറ്റ്, ഓക്കെ, ഏതാണോ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ആയിരിക്കും കൂടുതൽ GST കളക്ട് ചെയ്യുന്നത്. ഏതാണോ കൺസെപ്ഷൻ സ്റ്റേറ്റ്, ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്? ഏത് ഡെസ്റ്റിനേഷനിലാണോ ആ ഇത് എത്തിച്ചേർന്നത്, ഗുഡ് എത്തിച്ചേർന്നത്, അവിടെയായിരിക്കും അത് ടാക്സ് ചെയ്യുന്നത്. സോ ടാക്സ് ലയബിലിറ്റി നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ടാക്സ് ലെവി ചെയ്തത് നോക്കിക്കൊണ്ട് നമുക്കൊരിക്കലും
ഫിനാൻസിനെ ഡിവോൾവ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട്. ഓക്കെ, മറ്റൊരു പക്ഷം പറയുന്നത് എന്താണ്? ഞങ്ങൾ കൂടുതൽ പെർഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ മഹാരാഷ്ട്ര ഒരുപാട് പ്രോഫിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് ടാക്സുകൾ അത് കാരണമാണ് കൂടുന്നത്. സോ അതിന്റെ എന്താണ് ശതമാനാനുബന്ധമായിട്ട്, അല്ലെങ്കിൽ 36% ഉണ്ടെങ്കിൽ ഒരു 25% ഞങ്ങൾക്ക് തരണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു പ്രോബ്ലം ഇവർ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ GST കോമ്പൻസേഷൻ കുറച്ചു എന്നുള്ളതാണ്. കോമ്പൻസേഷൻ, അതായത് 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ GST കോമ്പൻസേഷൻ, അതായത് GST ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞു പോകുമല്ലോ, കുറഞ്ഞു പോകും. സോ അത് നികത്തുന്നതിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് ഒരു ഷോക്ക് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 വർഷത്തേക്ക് നമ്മൾ GST കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുകയും ഈ അടുത്ത് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ GST കോമ്പൻസേഷൻ കുറച്ചത് എന്താണ് വലിയ ഇരുട്ടടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പത്രങ്ങളിൽ മലയാളം പത്രങ്ങളിൽ വാർത്ത കണ്ടിട്ടുണ്ടാവും. സോ ഇതാണ് അതിന്റെ റീസൺ. GST കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് മാത്രം കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നതാണ്. അത് കുറച്ച് വർഷങ്ങൾ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ അടുത്താണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ, പൂർണ്ണമായിട്ടും GST കോമ്പൻസേഷൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കാര്യവും കൂടി നമ്മളുടെ വരുമാനത്തെ, തനത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് എന്റെ ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ടാക്സ് ടു GDP റേഷ്യോ എത്രയാണ്? അതായത് GDP-യുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ടാക്സ് കളക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്? അറൌണ്ട് 11 to 12% ആണ്. ഓക്കെ, സോ അറൌണ്ട് 11 to 12% ആണ്. ചൈനയുടെയൊക്കെ പെർട്ടിക്കുലർലി എടുത്ത് നോക്കുകയാണെങ്കിൽ 18 to 20% ഇടയിലാണ് ചൈനയുടെ ടാക്സ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത്. സോ നമ്മളുടെ ടാക്സ് ബേസിനെ വലുതാക്കുക എന്നുള്ളത് നമ്മളുടെ ലക്ഷ്യമാണ്. ഓക്കെ, ടാക്സ് ബേസിനെ വലുതാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. അതുകൂടാണ്ട് എന്താണ്, ടാക്സ് കളക്ട് ചെയ്യുന്നത് ഇംപ്രൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സ് എഫേർട്ടിന് പ്രത്യേകം വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ നല്ല ടാക്സ് എഫേർട്ട് കളക്ട് ചെയ്യാനായിട്ട് എഫേർട്ട് ഇടുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു 2.5% വെയിറ്റേജ് ഞങ്ങൾ തരും. ഓക്കെ, സോ ടാക്സ് കൂടുതൽ കളക്ട് ചെയ്യുക. ഇപ്പൊ ചൈനയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അറൌണ്ട് ഒരു 6-8% വ്യത്യാസം നമുക്കുണ്ട്. പക്ഷെ നമ്മളുടെ ഡാറ്റയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡാറ്റയിൽ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്റ്റേറ്റുകളുടെയും യൂണിയനുകളുടെയും, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും യൂണിയൻ ഗവൺമെന്റിന്റെയും ടാക്സുകളെ കമ്പൈൻ ചെയ്തിട്ടാണോ ടോട്ടൽ ടാക്സ് കളക്ഷൻ ആണോ ടാക്സ് ടു GDP റേഷ്യോ ഇതിലുള്ളത് എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. സോ ചെറിയ ചെറിയ ടാക്സുകൾ എക്സംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15-16% ഇന്ത്യയുടെ ടാക്സ് ടു GDP റേഷ്യോ വരും എന്ന് ആർഗ്യൂ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, സോ ഇന്ത്യയുടെ ടാക്സ് ടു GDP റേഷ്യോ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നമ്മൾ എന്താണ്, നമ്മളുടെ ബഡ്ജറ്റ് ഡിസ്കഷൻ വരുമല്ലോ, ബഡ്ജറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വരുമ്പോൾ അതിൽ നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ടാക്സ് ടു GDP റേഷ്യോ, ഡെപ്റ്റ് ടു GDP റേഷ്യോ. ഡെപ്റ്റ് ടു GDP റേഷ്യോ കുറച്ച് കൂടുതലാണ്. എത്രയാണ്? 60 to 70% ഒക്കെയാണ് നോർമലി ഡെപ്റ്റ് ടു GDP റേഷ്യോ വരുന്നത്. ഓക്കെ, ദെൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടു GDP റേഷ്യോ എത്രയാണ്? അറൌണ്ട് 2.5% നിൽക്കണം. ഓക്കെ, സോ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടു GDP റേഷ്യോ എത്രയാണ്? 2.5% നിൽക്കണം എന്നാണ് NK സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, NK സിംഗ് ആരാണ്? നമ്മളുടെ എന്താണ് 14ാമത് ഫിനാൻസ് കമ്മീഷന്റെ ഹെഡായിരുന്നു NK സിംഗ്. അത് ആ ഹെഡ് മാത്രമല്ല, അദ്ദേഹം ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞ ഒരു ആക്ട് 2000 പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 2003 അദ്ദേഹം ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൂടിയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങളൊന്ന് ഓർക്കുക. സോ കമ്മിങ് ടു നെക്സ്റ്റ് ഡിസ്കഷൻ, നെക്സ്റ്റ് ടോപ്പിക് ഇസ് റിലേറ്റഡ് ടു എൻവിറോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ എൻവിറോൺമെന്റൽ നിയമങ്ങൾ, അതായത് എൻവിറോൺമെന്റൽ ജഡ്ജ്മെന്റുകൾ, പല എഫക്റ്റീവ് ജഡ്ജ്മെന്റുകളും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വീണ്ടും ഒരു യൂ ടേൺ അടിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതിന് ഗംഭീരമായിട്ടൊരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വനശക്തി കേസ്. ഓക്കെ, വനശക്തി കേസിൽ എന്താണ്, വനശക്തി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻവിറോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടൊരു ബിഗ്ഗസ്റ്റ് ലോ ആണ്, അല്ലെങ്കിൽ കേസ് ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് 2025 മാർച്ച് മെയ് കാലഘട്ടങ്ങളിൽ നമ്മളുടെ കോടതി പറഞ്ഞു, മക്കളെ, എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്
പ്രീ അസസ്മെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പ്രീ അസസ്മെന്റ് അല്ല, പോസ്റ്റ് അസസ്മെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നിങ്ങൾ ഒരു എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് മുന്നേ ആണല്ലോ ചെയ്യുന്നത്. അതായത് ആ ഒരു പ്രൊജക്ട് തുടങ്ങുന്നതിന് മുന്നേ, അത് ഒഫീഷ്യലി തുടങ്ങുന്നതിന് മുന്നേ ആണ് എന്ത് എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യുന്നത്. അത് അതിനുശേഷം, അതായത് നിങ്ങളൊരു കെട്ടിടം പണിത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ കെട്ടിടം പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് പഠിക്കാൻ പറ്റില്ല. അത് വെള്ളത്തിൽ വെള്ളം ചേർക്കുന്നതാണ് എന്ന് മെയ്യിൽ പറയുകയും നവംബർ ആയപ്പോഴേക്കും അത് മാറ്റി പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമ്പാക്ട് അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാം. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു യു ടേൺ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സോ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്. ഈ ഒരു ഡിസ്കഷനിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്. ദ സുപ്രീം കോർട്ട് ഷിഫ്റ്റ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂ ടു ജുഡീഷ്യൽ മാനേജ്മെന്റ് ഇൻ എൻവിറോൺമെന്റൽ മാറ്റേഴ്സ്. ഓക്കെ, സോ ജുഡീഷ്യൽ റിവ്യൂ എന്താണ് സുപ്രീം കോടതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ ആണ്, അല്ലാണ്ട് ജുഡീഷ്യൽ മാനേജ്മെന്റ് അല്ല. ഓക്കെ, സോ ജുഡീഷ്യൽ മാനേജ്മെന്റ്, ഒരു മാനേജർ എന്താ ചെയ്യുക? ഓക്കെ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പ്രശ്നം അവസാനിപ്പിക്കും. ഓക്കെ, ഈ പ്രശ്നം അവസാനിപ്പിക്കുന്ന ഏരിയ അല്ല കോടതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി നടപ്പിലാക്കേണ്ട ഏരിയ ആണ്. എന്താണോ നിയമം, ആ നിയമം വ്യക്തമായിട്ട് അനുവർത്തിക്കേണ്ടതിന്റെ അവസാന വാക്കാണ് കോടതി, അല്ലാണ്ട് നിയമം മാനേജ് ചെയ്യേണ്ട ആളല്ല. ഓക്കെ, സോ ഈ ഒരു യു ടേണിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പെർട്ടിക്കുലർലി പല കേസുകളും ഇവിടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ സെൻസിറ്റീവ് സോൺ. ഓക്കെ, മാധവ് ഗഡ്കരി 2012 റിപ്പോർട്ടിൽ എത്രയാ പറഞ്ഞേ? 10 കിലോമീറ്റർ ആണ് ബഫർ സോൺ ആയിട്ട് വെക്കേണ്ടത് പെർട്ടിക്കുലർ കേസുകളിൽ. കേരളത്തിന്റെയൊക്കെ കേസിലാണെങ്കിൽ 10 കിലോമീറ്റർ. സുപ്രീം കോടതി 2022 ഒരു മാൻഡേറ്ററി ഇറക്കി. 1 കിലോമീറ്റർ സ്പെഷ്യൽ എക്കോണമിക് സോൺ അല്ല, എക്കോ സെൻസിറ്റീവ് സോൺ. ഓക്കെ, എക്കോ സെൻസിറ്റീവ് സോൺ, സെസ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരിതുണ്ടല്ലോ. സോ എക്കോ സെൻസിറ്റീവ് സോൺ. ഓക്കെ, എക്കോ സെൻസിറ്റീവ് സോൺ 1 കിലോമീറ്റർ. സോ 10ൽ നിന്ന് നമ്മൾ വെള്ളം ചേർത്ത് 1. 2023 എന്താണ്, മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് വീണ്ടും ഒരു നോട്ടീസ് ഇറക്കി. എന്താണ്, എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഫോർ എക്സാമ്പിൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ബഫർ സോൺ പ്രഖ്യാപിക്കേണ്ടതില്ല. ആവശ്യാനുസരണം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ വെള്ളം ചേർത്തോ? വെള്ളം ചേർത്തു. രണ്ടാമത്തത്, ഡൽഹിയിൽ എന്താണ്, നാഷണൽ ക്യാപിറ്റൽ റീജിയണില് എന്താണ്, ഡീസൽ വെഹിക്കിളുകളെ 2000 cc കൂടുതൽ ഉള്ള ഡീസൽ വെഹിക്കിളുകളെ ബാൻ ചെയ്തു. ഓക്കെ, 2000 cc കൂടുതൽ ഉള്ള വെഹിക്കിളുകളെ ബാൻ ചെയ്തു. മറ്റൊരു ബാൻ കൂടി ഉണ്ടായിരുന്നു. എന്താണ്, 15 വർഷത്തിൽ മേലെയുള്ള, അത് പെർട്ടിക്കുലർലി മുനിസിപ്പൽ കോർപ്പറേഷൻ എടുത്തിരുന്ന തീരുമാനമായിരുന്നു. 15 വർഷത്തിൽ കൂടുതലുള്ള ഡൽഹി ബേസ്ഡ് ഡീസൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2 തീരുമാനവും വെള്ളം ചേർത്തു. തേർഡ്, ഫയർ ക്രാക്കറുകൾ പൊട്ടിക്കുന്നത്. നമ്മളുടെ ദീപാവലിയുമായി ബന്ധപ്പെട്ടിട്ട് ഫയർ ക്രാക്കറുകൾ പൊട്ടിക്കരുത്, ഗ്രീൻ ക്രാക്കേഴ്സ് പൊട്ടിക്കാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തി. ഓക്കെ, സോ ഫയർ ക്രാക്കറുകളെ പൊട്ടിക്കാൻ പാടില്ല എന്നതിൽ നിന്ന് ഗ്രീൻ ക്രാക്കറുകൾ വേണമെങ്കിൽ, സോ ഈ ഗ്രീൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ട് ആര് പോകണം? ബ്യൂറോക്രാറ്റ്സുകൾ പോയിട്ട് ഓരോ ക്രാക്കറുകളും നോക്കിയിട്ട്, അല്ലെങ്കിൽ ഓരോ സ്ഥലവും ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇത് ഗ്രീൻ ആണ്, നിങ്ങൾ പൊട്ടിച്ചോളൂ എന്ന് പറയണം. വിൽ ദാറ്റ് ബി എഫക്റ്റീവ്? വിൽ ദാറ്റ് ബി എഫക്റ്റീവ്? എഫക്റ്റീവ് ആവില്ല. ഓക്കെ, സോ അതിലും പയ്യെ വെള്ളം ചേർത്തു. രണ്ടാമത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത്, 4ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മളുടെ വനശക്തി വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സോ ഇവിടെ എന്താണ്, പോസ്റ്റ് ഫാക്ടോ എൻവിറോൺമെന്റൽ ക്ലിയറൻസ്. സോ പോസ്റ്റ് ഫാക്ടോ എൻവിറോൺമെന്റൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു എൻവിറോൺമെന്റൽ ക്ലിയറൻസ് അവസാനം നടത്തുക. സോ അതിലും വെള്ളം ചേർത്തു. ആദ്യം പറഞ്ഞു, മെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞു. 2025 അത് റിവ്യൂ ചെയ്തിട്ട് അതിനെ ഒന്ന് മാനേജ് ചെയ്തു. എങ്ങനെയാണ് മാനേജ് ചെയ്തേ? വേണമെങ്കിൽ ചില പ്രത്യേക സിറ്റുവേഷനുകളിൽ ഗവൺമെന്റിന് വേണമെങ്കിൽ തീരുമാനിക്കാം എൻവിറോൺമെന്റൽ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട്. ഒഡീഷയിൽ നിന്ന് മറ്റൊരു വാർത്തയുണ്ടായിരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ്, ഗ്രാമസഭകൾക്ക് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിൽ കൊടുത്തുകൊണ്ടിരുന്ന പ്രത്യേക അധികാരം, അതായത് അവിടെ എന്തെങ്കിലും ചേഞ്ചസുകൾ നടക്കണമെങ്കിൽ
വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലുള്ള ചേഞ്ചസുകൾ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ടിന്റെ അണ്ടറിലുള്ള ചേഞ്ചസുകൾ നടത്തണമെങ്കിൽ ആര് തീരുമാനിക്കണം? മാധവ് ഗഡ്കരി പറഞ്ഞതുപോലെ ഗ്രാമസഭകൾക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഗ്രാമസഭകളാണ് അവസാന വാക്ക്. ഗ്രാമസഭകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു കൂട്ടം കൂടി തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ഇനി മുതൽ വേണ്ട. ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അത് ഇനി മുതൽ വേണ്ട. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പേരിട്ട് വിളിക്കാമെങ്കിലും എന്താണ് അത് കൊള്ളയ്ക്ക് കാരണമാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ഓർക്കുക. സോ ഈ തീരുമാനങ്ങളെല്ലാം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണ്? സുപ്രീം കോടതിയിൽ ഇരിക്കുന്നവര്, സുപ്രീം കോടതിയിൽ ജഡ്ജ്മെന്റ്സ് കേൾക്കുന്നവര് എക്സ്പേർട്ടുകളാകണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ അങ്ങനെ എക്സ്പേർട്ട് ലെഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലാത്തത് കൊണ്ടാണ് എന്ത് വരുന്നത്? ഇങ്ങനെയുള്ള യു ടേണുകൾ വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള യു ടേണുകൾ വരുന്നത് എക്സ്പേർട്ട് ലെഡ് ഡിസിഷൻസ് അല്ലാത്തത് കൊണ്ടാണ്. സോ എക്സ്പേർട്ടുകളിലേക്ക് ഈ കേസുകൾ, സോ അല്ലെങ്കിൽ കോടതി എക്സ്പേർട്ടുകളെ കേൾക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള യു ടേണുകൾ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇദ്ദേഹം ഈ ഒരു ഡിസ്കഷനിലൂടെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇന്നത്തെ ഡിസ്കഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എഡിറ്റോറിയലാണ്. ഇന്നത്തെ 2 എഡിറ്റോറിയലും നല്ലതായിരുന്നു. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. ഇറ്റ് ഇസ് എൻ അപ്പെക്സ് ബോഡി. എന്തിനാണ്? ഡ്രഗുകൾ മാനേജ് ചെയ്യുന്നതിൽ, മാനുഫാക്ചർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ക്ലിനിക്കൽ ട്രയലുകളെല്ലാം കൃത്യമാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഫാമിലി ആൻഡ് ഹെൽത്തിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. എന്താണ്? ഇറ്റ്സ് ജസ്റ്റ് ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഈ ഓർഗനൈസേഷൻ ഒരു ഓർഡർ പുറപ്പെടുവിച്ചു. എന്താണ്? അതായത് ചില പ്രോബ്ലംസ്, ഫോർ എക്സാമ്പിൾ മരുന്ന് മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ മരുന്നിന്റെ കോമ്പൗണ്ട് മാറിപ്പോവുക, ഇങ്ങനെയുള്ള സംഭവങ്ങളുള്ള ചില മൈനർ പ്രോബ്ലംസ് എന്തല്ല ഒഫൻസ് ആയിട്ട് മാറുകയില്ല. വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ആകാം. അത് ഒരു ക്രിമിനൽ കേസുകളിലേക്കൊന്നും പോകത്തില്ല. ഓക്കെ, സോ റിലേറ്റീവ്ലി മൈനർ ഓർ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? നോൺ കംപ്ലൈൻസ്. ഓക്കെ, കംപ്ലൈൻസിലേക്ക് വരില്ല. അതായത് എന്താണ്? ഒരു ക്രിമിനൽ കേസായിട്ട് മാറുകയോ, അതായത് വണ്ടി ചെക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരു കേസ് ഉണ്ടായിരുന്നു വണ്ടി ചെക്ക്. അതായത് നമ്മൾ ചെക്കിന്റെ പുറത്ത് ഒപ്പിട്ട് കൊടുക്കും. അതായത് 2 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ചെക്ക് എഴുതിയിട്ട് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കൊടുക്കും. ഇദ്ദേഹം ഈ ചെക്ക് ബാങ്കിൽ കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്. സോ അങ്ങനെ തിരിച്ചു വരുന്ന ചെക്കുകളെയാണ് വണ്ടി ചെക്കുകൾ എന്ന് വിളിക്കുന്നത്. സോ വണ്ടി ചെക്കുകൾ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസായിരുന്നു. ഓക്കെ, സോ വണ്ടി ചെക്ക് പിടിച്ചു കഴിഞ്ഞാൽ, സോ വണ്ടി ചെക്ക് മടങ്ങി അല്ലെങ്കിൽ ചെക്ക് മടങ്ങി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെക്ക് മടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിരുന്നു. ഇറ്റ്സ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അതൊരു ക്രിമിനൽ കേസായിട്ടായിരുന്നു. അതായത് നമ്മൾ ക്രിമിനൽ കോടതിയിൽ പോയിട്ട് നമ്മൾ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. എന്താണ്? ക്രിമിനൽ കേസിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ സിവിൽ കേസുകളിലേക്ക് ആക്കി. കാരണം എന്താണ്? വണ്ടി ചെക്കുകൾ എന്താണ്? ഒരു മെച്യൂർ സൊസൈറ്റി ആയിട്ട് ഇന്ത്യ മാറി. ഇപ്പൊ വണ്ടി ചെക്കുകളുടെ എണ്ണം കുറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗം വണ്ടി ചെക്കുകൾ മടങ്ങുക. ചിലപ്പോ പൈസ ഇല്ലാത്ത ഒരവസ്ഥ വരുന്നത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. സോ അങ്ങനെ കേസുകളിലും ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥകൾ വരും. സോ അത് കാരണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാരണം നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ കുറച്ചൊന്ന് ഡയല്യൂട്ട് ചെയ്തു. അത് നല്ലതാണെന്ന് വാദിക്കുന്നവരുണ്ട്, അത് ചീത്തയാണെന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ ഡ്രഗ്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഡയല്യൂട്ട് ചെയ്യുന്നത് നല്ലതാണോ? ഡ്രഗ്സിന്റെ കാര്യത്തിൽ, ഹ്യൂമൻ മെഡിസിൻസിന്റെ കാര്യത്തിൽ ചെറിയ മൈനർ എറേഴ്സ് പോലും എന്താണ്? കംപ്ലൈൻസ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഹ്യൂജ് പ്രോബ്ലത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇന്നത്തെ ഫസ്റ്റ് ഓപ്പൺ എഡിറ്റോറിയൽ. സോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. It is a statutory body attached to the Ministry of Chemicals and Fertilizers. Okay, first statement. It grants approval for both clinical trials and marketing authorization for medical devices. First statement തെറ്റാണ്. It's not a statutory body. First thing, ഒന്നാമത്തെ തെറ്റ് എന്താണ്? It's not a statutory body. Second തെറ്റ് എന്താണ്? It's not under the Ministry of Chemicals and Fertilizers. എന്താണ്? അഗ്രികൾച്ചറിൽ അടിക്കുന്ന ഫെർട്ടിലൈസേഴ്സും മനുഷ്യന്റെ ബോഡിക്ക് അടിക്കുന്ന ഫെർട്ടിലൈസേഴ്സും, വിച്ച് മീൻസ് മരുന്നുകളും ഒരേ മിനിസ്ട്രി ആണോ തൂക്കി നോക്കുന്നത് അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസ് നടത്തുന്നത്? അല്ല. ഇറ്റ്സ് കം അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫാമിലി ആൻഡ് ഹെൽത്ത്
എന്താണ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഇതാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ഒരു പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കിയിട്ടല്ല ഈ ഒരു ബോഡി ഫോം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ക്ലിനിക്കൽ ട്രയൽസിനും മാർക്കറ്റിംഗ് ഓതറൈസേഷൻ മെഡിക്കൽ ഡിവൈസുകളുടെ രണ്ട് കാര്യങ്ങൾക്കും അപ്രൂവൽ കൊടുക്കുന്നത് ഈ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. സോ ഇറ്റ്സ് ഫംഗ്ഷൻ ആസ് ഇന്ത്യസ് നാഷണൽ റെഗുലേറ്ററി ബോഡി ഓവർസീയിങ് കോസ്മെറ്റിക്സ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് മെഡിക്കൽ ഡിവൈസ്. ഓക്കെ, സോ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ ഈ ഇൻസ്റ്റിറ്റ്യൂഷനും മിനിസ്ട്രി ഓഫ് ഫാമിലി ഹെൽത്ത് ആൻഡ് വെൽഫെയർ, ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മിനിസ്ട്രി ഓഫ് ഫാമിലി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്ന മിനിസ്ട്രി അവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. ഓക്കെ, സോ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്സ് 1940 പറയുന്ന ഡ്യൂട്ടീസ്, ചില ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അല്ല, ഇറ്റ്സ് എ റെഗുലേറ്ററി ബോഡി ഓൺലി, ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് എന്നതാണ് ഇവിടെ നിങ്ങൾ UPSC സ്പെസിഫിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം. ഓക്കെ, സോ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യയുടെ ക്രിക്കറ്റ്. അതായത് നമ്മുടെ IPL ലേലത്തിന്റെ കാര്യത്തിൽ എന്താണ്, ബംഗ്ലാദേശിൽ നിന്നൊരു കളിക്കാരനെ നമ്മൾ വാങ്ങിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂരിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് കളിക്കാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിക്കറ്റ് കളിക്കുകയാണ്, ഡിപ്ലോമാറ്റുകൾ ഡിപ്ലോമസി ബിൽഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ എന്താണ്, ക്രിക്കറ്റ് കളിക്കാരുടെ ഉദ്ദേശം ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഡിപ്ലോമസി പറയുന്നത് ക്രിക്കറ്റ് കളിക്കാരല്ല. സോ ക്രിക്കറ്റ് കളിയുടെ എന്താണ് സ്പിരിറ്റും എൻജോയ്മെന്റും അവർ യൂസ് ചെയ്യട്ടെ. അതിൽ നമ്മൾ ബംഗ്ലാദേശിന്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളോ പാകിസ്ഥാന്റെ വാറുകളോ ഒന്നും ഉൾപ്പെടുത്തി അതിനെ നശിപ്പിക്കരുത്. പകരം എന്താണ്, ഡിപ്ലോമാറ്റുകൾ, ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം ഡിപ്ലോമാറ്റുകൾ പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് പോളിസീസ് ഡിപ്ലോമാറ്റ്സ് എടുക്കട്ടെ. സോ അത് തന്നെയാണ് ഇന്നത്തെ ആർട്ടിക്കിളിലും ആര് പറഞ്ഞിരിക്കുന്നത്, ഹിന്ദു എഡിറ്റോറിയൽ പോളിസി പറഞ്ഞിരിക്കുന്നത്. സോ അത് അനാവശ്യമായിട്ടുള്ളൊരു വിവാദമായിരുന്നു. കാരണം ബംഗ്ലാദേശിന്റെ ഒരു കളിക്കാരനെ, അതായത് ക്രിക്കറ്റ് കളിയിൽ നമ്മളൊരു എന്താണ്, ക്രിക്കറ്റ് കളി റെസ്പോൺസിബിൾ ആയിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്. അതിൽ രാഷ്ട്രീയം പറയാം, ഏതൊരു കാര്യം പറയുമ്പോഴും രാഷ്ട്രീയം പറയാം. പക്ഷേ എന്താണ്, ഇങ്ങനെയുള്ള എന്താണ് ഇത് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് ചില ഫ്രിക്ഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് ബംഗ്ലാദേശിലെ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഇന്ത്യയിൽ നടക്കുന്ന IPL കളിക്കണ്ട, അല്ലെങ്കിൽ IPL-ലേക്ക് വരണ്ട, അദ്ദേഹം ലാഭം ഉണ്ടാക്കണ്ട എന്ന് പറയുന്നത് ഒരു ഫേക്ക് നാഷണലിസമാണ്. അതിനെ നമ്മൾ എന്താണ് തികച്ചും അവജ്ഞയോടെ തന്നെ തള്ളിക്കളയണം. ഓക്കെ, സോ ആ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങളൊരു എന്താണ് വ്യൂ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഡിസ്കഷൻ കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്തത്. ഓക്കെ, സോ ഒരു ഡിസ്കഷൻ എന്താണ്, ISROയെ കുറിച്ചിട്ട്. ജാനുവരി 1 കറന്റ് അഫയേഴ്സിൽ നമ്മൾ ISROയുടെ M സോമനാഥന്റെ വിഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം ജാനുവരി 1 മറ്റേ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നത് പോലെ ഒരുപാട് വിഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോയ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയ രണ്ട് സാധനങ്ങളാണ് ഇൻ സ്പേസ് ആൻഡ് NSIL. ഓക്കെ, ഇൻ സ്പേസ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ISRO ചേഞ്ച് ചെയ്യുകയാണ്. എന്താണ്, നാസ പോലെ, അതായത് റിസർച്ചിന് വേണ്ടിയിട്ട് ISRO. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം കേട്ടോ, റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് കാപ്പബിലിറ്റി ഡെവലപ്മെന്റ് വുഡ് ലൈ വിത്ത് ISRO. ഇന്നത്തെ പത്രത്തിൽ നിന്ന് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിരിക്കുന്ന വാക്യമാണ്. ഞാനിങ്ങനെ കോട്ടിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പത്രത്തിൽ നിന്ന്. ഓക്കെ, സോ റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് കാപ്പബിലിറ്റീസ് ഡെവലപ്മെന്റ് വുഡ് ബി ലൈ വിത്ത് ISRO. Authorization and promotion with InSpace and commercialization with NSIL. So InSpace എന്ന് പറഞ്ഞു കഴിഞ്ഞാലും NSIL എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, രണ്ട് ബോഡീസ് ആണ്, രണ്ട് സെപ്പറേറ്റ് ബോഡീസ് ആണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം? InSpace എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ഉദ്ദേശം? 2020 ഫോം ചെയ്ത ഒരു ബോഡിയാണ് InSpace. സോ പ്രൈവറ്റ് എൻറ്റിറ്റീസിനെ നമ്മളുടെ സ്പേസ് മിഷനുകളിലേക്ക് ഏർപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ നാസയിൽ അല്ലെങ്കിൽ USA എന്താണ് നമ്മളുടെ സ്പേസ് എക്സ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനി ഉള്ളതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രൈവറ്റ് എൻറ്റിറ്റീസിനെയും പ്രൈവറ്റ് ഫീൽഡിനെയും എങ്ങടേക്ക് കടത്തുക, നമ്മളുടെ സ്പേസ് ഫീൽഡുകളിലേക്ക് കടത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് InSpace എന്ന് പറയുന്നത്. ഓക്കെ, സോ റെഗുലേറ്ററി അവർക്ക് എന്താണ്, ഫോർ എക്സാമ്പിൾ
പ്രൈവറ്റ് എന്റിറ്റീസിന് സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാനായിട്ടും സാറ്റലൈറ്റുകൾ ടെസ്റ്റ് ചെയ്യാനായിട്ടും എന്തുണ്ടാകില്ല, സ്പേസുകൾ ഉണ്ടാവില്ല. ഓക്കെ, ഇൻഫോ പാർക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു എന്ത് തുടങ്ങാം, സ്പേസ് ഏജൻസി അല്ലെങ്കിൽ സ്പേസ് കമ്പനി തുടങ്ങാം. ഓക്കെ, ഇൻസ്പേസിന്റെ സഹായത്തോടെ. ഇൻസ്പേസ് എന്ത് ചെയ്തു തരും, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇതിന് ക്രിയേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഒരുക്കി തരും. ദെൻ സാറ്റലൈറ്റ് വേണമെങ്കിൽ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഒരുക്കി തരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സാറ്റലൈറ്റിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു. ഓക്കെ, പ്രത്യേകതരം സോഫ്റ്റ്വെയർ, കുറച്ചും കൂടി കൂടുതൽ ഡാറ്റ അനലൈസ് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു. റിയൽ ടൈം ആയിട്ട് സാറ്റലൈറ്റിൽ നിന്ന് റിയൽ ടൈം ആയിട്ട് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഭൂമിയിലേക്ക് അയക്കും. ഓക്കെ, സോ സ്റ്റോറിംഗ് കപ്പാസിറ്റി കുറയ്ക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യണ്ടേ, ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇൻസ്പേസ് ഒരുക്കി തരും. ഓക്കെ, ദെൻ എന്താണ്, സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ എന്ന് പറയുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. അത്രയും ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലില്ല. സോ ഇൻസ്പേസ് എന്ത് പറയും, ഞങ്ങളുടെ ഒരു സാറ്റലൈറ്റ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ ഒരു സാറ്റലൈറ്റ് പോകുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ അതിൽ ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു സിസ്റ്റം കൂടിയിട്ട്, സാറ്റലൈറ്റും വേണമെങ്കിൽ നമുക്ക് ഒരുക്കി തരും, സാറ്റലൈറ്റ് സ്പേസ് കൂടിയിട്ട് നമുക്ക് ഒരുക്കി തരും. അങ്ങനെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻസ്പേസ് എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡി. ഇതൊരു കമ്പനിയോ ഒരു എന്താണ് ഗവൺമെന്റ് പ്രോപ്പർട്ടിയോ ഒന്നും അല്ല. ഇറ്റ്സ് ആൻ ഓട്ടോണമസ് ബോഡി. ഇൻസ്പേസ് എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. 2020 ഫോം ചെയ്തത്. സോ NSIL എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു ലോഞ്ച് ഇൻസ്പേസ് വഴി അല്ലെങ്കിൽ ഇൻസ്പേസ് വഴി ഒരു ടെക്നിക്കാലിറ്റി ടെസ്റ്റ് നിങ്ങൾ നടത്തി, അത് വിജയകരമായിട്ട് പൂർത്തിയാക്കി. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ നടക്കണം. വിച്ച് മീൻസ് നിങ്ങൾ ഫിലിപ്പീൻസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫിലിപ്പീൻ പ്രസിഡന്റ് പറഞ്ഞു, മക്കളെ നിങ്ങളുടെ സിസ്റ്റം കൊള്ളാലോ, ഞങ്ങൾക്ക് ഇതൊരു 2000 എണ്ണം തന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാനായിട്ട് ആഗ്രഹമുണ്ട്. സോ അതിന് ആര് ഹെൽപ്പ് ചെയ്യും, NSIL എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ NSIL ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെൽപ്പ് മനസ്സിലായോ, എന്താണ് ഓതറൈസേഷൻ ആൻഡ് പ്രമോഷൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ ഓതറൈസേഷനും പ്രമോഷനും ആര് ചെയ്യും, ഇൻസ്പേസ് എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്യും. എന്നാൽ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യുന്നത് ആരാണ്, NSIL എന്ന് പറയുന്ന സംഘടനയാണ്. NSIL പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഓൺഡ് കമ്പനിയാണ്. ഓക്കെ, സോ NSIL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഓൺഡ് കമ്പനിയാണ്. അവരെന്താണ് ചെയ്യുന്നത്, കൊമേഴ്ഷ്യലൈസേഷൻ മാത്രം ചെയ്യുക, പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ടുള്ളത് പല മാർക്കറ്റുകളിലേക്ക് എത്തിക്കുക, ഇത് വെക്കുക, അതിന്റെ കൊമേഴ്ഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് NSILന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ISROയുടെ ബിഗ് ഡ്രീമുകളിൽ ഒന്നാണ് ഈ ഇൻസ്പേസ്. ഇൻസ്പേസ് 2020 NSIL 2019 ഫോം ചെയ്തിരിക്കുന്നത്. സോ ISROയുടെ ബിഗ് ഡ്രീമുകളിൽ ഒന്നാണ് ഈ NSILന്റെ ഇൻസ്പേസിന്റെയും എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ആ രണ്ട് കാര്യങ്ങളൊന്നും ഓർക്കുക. ഇനി ISRO മാറാൻ പോകുന്നത് എന്താണ്, റിസർച്ചിലേക്കാണ് ISRO മാറാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ഓക്കെ, ഓപ്ഷൻ C കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തവരെല്ലാവരും ഒന്ന് കൈയടിച്ചേ. എങ്ങനെ ഓപ്ഷൻ സിയിലേക്ക് എത്തി, ഡയറക്റ്റ് എയർ ക്യാപ്ചർ. ഓക്കെ, സോ ഡയറക്റ്റ്, അതായത് ഡയറക്റ്റ് ആയിട്ട് എയറിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. ഓക്കെ, സോ എനിക്ക് പേരിൽ നിന്ന് തന്നെ എന്തോ എയറിൽ വെച്ച് തന്നെ ക്യാപ്ചർ ചെയ്യുന്ന എന്തോ ഒരു സിസ്റ്റം ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എയറിൽ നിന്ന് ക്യാപ്ചർ ചെയ്യും. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. It can be used as a way of carbon sequestration. It is a positive statement. കാർബൺ സീക്വസ്റ്ററൈസേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞു, എന്താണ്, ഭൂമിക്കടിയിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാർബൺ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് കാർബൺ സീക്വസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത്. വേണമെങ്കിൽ വെള്ളത്തിനടിയിൽ കാർബൺ സ്റ്റോർ ചെയ്ത് വെക്കാം, മരങ്ങളുടെ അടിയിൽ കാർബൺ സ്റ്റോർ ചെയ്ത് വെക്കാം. സോ കാർബണിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുറച്ച് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുന്നതിനെയാണ് കാർബൺ സീക്വസ്റ്ററൈസേഷൻ. സോ ഡയറക്റ്റ് എയർ ക്യാപ്ചർ, കാർബൺ സീക്വസ്റ്ററൈസേഷൻ. സോ രണ്ടും എന്താണ് ഒരുമിച്ച് പോകുന്ന അല്ലെങ്കിൽ എന്താണ് കോൺട്രഡിക്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് എടുക്കാം. ഇറ്റ് ക്യാൻ ബി എ വാല്യുബിൾ അപ്രോച്ച് ഫോർ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് ഇൻ ഫുഡ് പ്രോസസിംഗ്. ഓക്കെ, സോ പ്ലാസ്റ്റിക് പ്രൊഡക്ഷന്റെ സമയത്ത് ഉണ്ടാകുന്ന എയറിൽ നിന്ന് ഡയറക്റ്റ് എയർ ക്യാപ്ചർ വഴി കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. സോ അതും ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇൻ ഏവിയേഷൻ it can be a source of carbon for combining with hydrogen to create synthetic low carbon fuel. So aviationilum, okay,
ഏവിയേഷനിലും ഇതിന്റെ ഡയറക്റ്റ് എയർ ക്യാപ്ചറിന്റെ എന്താണ് ടെക്നോളജി യൂസ് ചെയ്തുകൂടെ? യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത് എന്താണ് ഏവിയേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഒരിക്കലും എപ്പോഴെങ്കിലും പറയാനായിട്ട് പറ്റുമോ? ഇല്ല. ഇത് വേണമെങ്കിൽ ഏവിയേഷൻ സിസ്റ്റത്തിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ 3 സ്റ്റേറ്റ്മെന്റുകൾ എനിക്ക് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുന്നില്ല. അതായത് ഡയറക്റ്റ് എയർ ക്യാപ്ചർ എന്ന് പറയുന്ന കോമൺ സെൻസിനെ കോൺട്രഡിക്ടറി ആക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് എയർ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടില്ല, പഠിക്കില്ല. പക്ഷേ പേരിൽ നിന്ന് എനിക്ക് കിട്ടി. കാർബൺ സീക്വസ്റ്ററൈസേഷൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, ദെൻ ലോ കാർബൺ ഫ്യൂവൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ കാർബണെ വലിച്ചെടുക്കുന്ന എന്തോ ഒരു സിസ്റ്റം ആണെന്ന് എനിക്ക് മനസ്സിലായി. സോ കാർബൺ വലിച്ചെടുക്കുന്ന എന്തോ ഒരു സിസ്റ്റം ആണെങ്കിൽ കാർബൺ സീക്വസ്റ്ററൈസേഷൻ നടക്കും. പ്ലാസ്റ്റിക് പ്രൊഡക്ഷനിൽ അത് നടക്കാം സാധ്യതയുണ്ട്, നടക്കില്ല എന്നൊരു എപ്പോഴെങ്കിലും പറയാനായിട്ട് പറ്റും? ഇല്ല. ദെൻ ഏവിയേഷൻ സെക്ടറിലും അത് നടക്കില്ല എന്ന് പറയാനായിട്ട് പറ്റും. സോ 3 സ്റ്റേറ്റ്മെന്റും കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. സോ ഞാൻ ഓപ്ഷൻ സിയിലേക്ക് പോയി. ഓപ്ഷൻ സി തന്നെയാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേടി വരും, തെറ്റുമോ, അതായത് എന്റെ മൈൻഡ് പറയുന്നത് ശരിയാണോ, തെറ്റുമോ? ഇത് എവിടെയെങ്കിലും UPSC തെറ്റിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലോ? സോ ആ ട്രാപ്പ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് തോന്നും. ഇൻ ഏവിയേഷൻ ഇറ്റ് ക്യാൻ ബി എ സോഴ്സ് ഓഫ് കാർബൺ ഫോർ കമ്പൈനിങ്. കമ്പൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് കാർബൺ യൂസ് ചെയ്യില്ലായിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റിന്റെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തിനാണ് ഇട്ടിരിക്കുന്നത്? ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്ന ആളുടെ തലയിൽ കയറിയിട്ട് ചിന്തിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തിനാണ് ഇട്ടിരിക്കുന്നത്? ചിലപ്പോ സ്റ്റേറ്റ്മെന്റുകൾ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ വെക്കും, അല്ലെങ്കിൽ നമുക്ക് തെറ്റിക്കാനായിട്ട് നമുക്ക് കണ്ടറിയ ക്വസ്റ്റ്യൻ എവിടെയോ തെറ്റുന്നുണ്ട്, നമ്മുടെ മനസ്സ് ഇങ്ങനെ ഇൻറ്റ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ വരണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകണം. പ്രിലിംസിനുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക, ഡു ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇന്ന് പഠനം നിർത്തിയിട്ട് ഒരു ദിവസം 100 ചോദ്യങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ടെസ്റ്റ് വീതം ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അടുത്ത 100 ദിവസത്തിൽ നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാം. ഓക്കെ, സോ ഒരു 10,000 ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു രീതിയിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻറ്റ്യൂഷൻ വരും. ഇതെവിടെയോ തെറ്റാണല്ലോ, ഇതെവിടെയോ ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മളുടെ മനസ്സ് പറയാനായിട്ട് തുടങ്ങും. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രിലിംസ് പാസ്സാകാനായിട്ടുള്ള വഴി. അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് എയർ ക്യാപ്ചർ പോലെയുള്ള നമ്മൾ പഠിക്കാത്ത വിഷയങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ വരും. സോ കോമൺ സെൻസ്, അപ്ലൈഡ് കോമൺ സെൻസ്. ഓക്കെ, സോ കാൽക്കുലേറ്റഡ് ഗസ്സിങ്സ് ആണ് നമുക്ക് കൃത്യമായിട്ട് വിജയിക്കാനായിട്ടുള്ള വഴി. സോ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ 70 to 80 മാർജിനിലേക്ക് ഈസി ആയിട്ട് അടിക്കുന്നവരുണ്ടാകാം. 60 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 70 മാർക്ക് കിട്ടും, 80 മാർക്ക് കിട്ടും. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്താണ്, 60യിൽ നിന്ന് അല്ലെങ്കിൽ 70യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 20 മാർക്ക് അഡീഷണൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് ഒരു 20 മാർക്ക് അഡീഷണൽ കിട്ടും. നിങ്ങൾ കോൺഫിഡൻസോട് കൂടിയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. എങ്ങനെ? കോമൺ സെൻസും ലോജിക്കും യൂസ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവ്ലി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്കൊന്നും കണ്ട് പേടിക്കണ്ട. നിങ്ങൾക്ക് ഒരു 20 to 25 മാർക്സ് നിങ്ങൾക്ക് അഡീഷണലി സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അത് നിങ്ങൾ കോമൺ സെൻസ് കൊണ്ടായിരിക്കണം ആ മാർക്കുകൾ സ്കോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഡു മാക്സിമം ക്വസ്റ്റ്യൻസ് as you can. Okay, that will help you to clear prelims.